ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിച്ച് ഇട്ടാൽ കൊക്കക്കോള വരുന്ന ഒരു മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ആ മെഷീനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങളുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ സ്വിച്ച് ഇട്ടാൽ കൊക്കക്കോള വരുന്ന മെഷീൻ ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി മുഴുവനും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് എടുത്ത് ഈ കാണുന്ന ഷേപ്പിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. വീട്ടിൽ ഗ്ലൂഗൺ ഇല്ലാത്ത കൂട്ടുകാർ ഏതെങ്കിലും പശ വെച്ച് ഒട്ടിച്ചാൽ മതിയാവും. ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അധികം ബലത്തിലൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ഭംഗി ഉണ്ടായാൽ മതി. ഞാനിവിടെ കാർഡ്ബോർഡ് പ്ലെയിൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പടം വരച്ചോ പെയിന്റ് അടിച്ചോ കൂടുതൽ മനോഹരമാക്കാവുന്നതാണ്. ഏത് പശ വെച്ച് ഒട്ടിച്ചാലും എല്ലാ ഭാഗവും ഒരേപോലെ ഒട്ടിയെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ പകുതിയാവുമ്പോൾ നമ്മുടെ വെൻഡിങ് മെഷീൻ താഴെ പോകും. ഇപ്പോൾ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. ഈ കാർഡ്ബോർഡ് മുറിച്ചതിന്റെ സൈസൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ മേടിച്ച കൊക്കക്കോളയുടെ സൈസിലാവണമെന്ന് മാത്രം. ഗ്ലൂഗൺ ചില സ്ഥലങ്ങളിൽ ഒട്ടാൻ പാടായതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രെയിമിന്റെ പണി മുക്കാൽ ഭാഗം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കക്കോള വരാനുള്ള ഓസ് ഇട്ട് കൊടുക്കാം. ഈ ഫ്രെയിമിൽ വെക്കുന്ന താഴത്തെ പീസ് കാർഡ്ബോർഡാണ് നമ്മൾ തുളച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ലെവൽ ഓസ് ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഓസ് ഹാർഡ്വെയർ ഓസിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ വെൻഡിങ് മെഷീൻ വളരെ ചിലവ് ചുരുക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കി എല്ലാവരെയും ഞെട്ടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിലായി സ്വിച്ച് വെച്ച് കൊടുക്കാം. അടുത്തതാണ് നമ്മുടെ വെൻഡിങ് മെഷീനിലെ പ്രധാന ജോലി. അതെ, നമ്മൾ ഇതിന്റെ സർക്യൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് ആണിത്. അതിനായി ഞാനിവിടെ 9 വോൾട്ടിന്റെ ഒരു ബാറ്ററിയും അതിന്റെ കണക്ടറും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ വയറിംഗ് ചെയ്താലും ഇൻസുലേറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്ത ഒരു വയർ നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുക്കാം. എന്റെ കയ്യിലൂടെ സോൾഡറിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ സോൾഡർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വയർ തട്ടാത്ത രീതിയിൽ പിരിച്ചു വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന അടുത്ത വയർ മോട്ടറിലേക്ക് കൊടുക്കാം. DC 6 വോൾട്ട് മിനി പമ്പ് മോട്ടറാണ് നമുക്ക് ഇവിടെ വേണ്ടത്. എന്നിട്ട് മോട്ടറിന്റെ മറ്റേ കണക്ഷൻ നേരെ നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കാം. ഈ സർക്യൂട്ട് അറിയാത്തവരായി വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ. ഇപ്പോൾ സ്വിച്ച് ഇട്ടാൽ നമ്മുടെ മോട്ടോർ വർക്ക് ആവുന്നതാണ്. ഇനി നമ്മുടെ ബാക്കി പരിപാടികൾ വരുന്നത് കൊക്കക്കോളയുടെ കുപ്പിയുടെ അടപ്പിലാണ്. അതിൽ നമുക്ക് ഒരു ചെറിയ ഓസും ഒരു വലിയ ഓസും കയറ്റാനുള്ള 2 ഹോൾ ഇടണം. ഹോൾ ഇടാൻ ഞാനിവിടെ സോൾഡറിംഗ് അയണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തെങ്കിലും മുനയുള്ള സാധനം ചൂടാക്കിയതിനകത്ത് വെച്ചാൽ മതിയാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കറണ്ടടിക്കാൻ ഒരു വഴിയുമില്ല. പിന്നെ കൈ പൊള്ളാതെ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ ഞാനിവിടെ വിജയകരമായി 2 ഓസും ആ അടപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആക്കുവാനായി ഗ്ലൂഗണിന്റെ പശ ഉപയോഗിച്ച് ഞാൻ അടച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കാതെ ഓട്ടയുണ്ടാക്കുന്നതായിരിക്കും വളരെ നല്ലത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അതൊന്നും നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് സ്വിച്ച് ഇട്ടാൽ കൊക്കക്കോള വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി നമ്മുടെ സർക്യൂട്ടൊക്കെ വളരെ സേഫായി ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുക. അടുത്തതായി നമ്മുടെ കൊക്കക്കോളയുടെ കുപ്പിയും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെ മണിക്കൂറുകളുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ സ്വിച്ച് ഇട്ടാൽ കൊക്കക്കോള വരുന്ന മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന കൊക്കക്കോളയ്ക്ക് ടേസ്റ്റ് കൂടും. ഇതുപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ നിങ്ങളും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെൻഡിങ് മെഷീൻ ഇവിടെ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന കൊക്കക്കോള എടുത്ത് കുടിച്ച് നമ്മുടെ പരിപാടിയോടെ അവസാനിപ്പിച്ചു. ഇതോടെ നമ്മുടെ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിലും കിടലൊരു കണ്ടന്റുമായി പുതിയൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.